പാലക്കാട് ഹെഡ്ഗേവാർ വിവാദം തുടരുന്നതിനിടെ ബി.ജെ.പി. യൂത്ത് കോൺഗ്രസ് സംഘർഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തിയപ്പോൾ ബി.ജെ.പി. ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി. ഇതിനിടെ തനിക്കെതിരെയും സന്ദീപ് വാര്യർക്കെതിരെയും കൊലവിളി പ്രസംഗം നടത്തിയ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരുന്നു. ഈ നിമിഷം വരെയും രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല. നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരും. എം.എൽ.എ. ഓഫീസിലേക്ക് ബി.ജെ.പി. നടത്തിയ മാർച്ചിൽ ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുലിനെതിരെ നടത്തിയ ഭീഷണി പ്രസംഗമാണ് യൂത്ത് കോൺഗ്രസിന്റെ ബി.ജെ.പി. ഓഫീസ് മാർച്ചിന് കാരണമായത്. മാർച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. എന്ത് വില കൊടുത്തും ശക്തമായിട്ടുള്ള ജനാധിപത്യപരമായ എതിർപ്പ് യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ തല ആകാശത്തിങ്ങനെ കളിക്കുമെന്നും തല വെട്ടുമെന്നുമൊക്കെ ബി.ജെ.പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ കേസെടുക്കാത്ത പോലീസിന്റെ നടപടിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. ഒരു കാര്യം ഉറപ്പു പറയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല പോയിട്ട് ഒരു തലമുടിയെടുക്കാൻ പോലും ബി.ജെ.പിക്കാരനെ അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനം കൂടി നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിനിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ബി.ജെ.പി. പ്രവർത്തകർ സന്ദീപ് വാര്യർക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കൊലവിളി മുദ്രാവാക്യം ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഡി.സി.സി. ഓഫീസിന് മുന്നിൽ നിന്ന് ഫോട്ടോയെടുത്ത് കോൺഗ്രസുകാരെ വെല്ലുവിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ലാത്തി വീശി. പിന്നാലെ ബി.ജെ.പിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. കൊലവിളി നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഹുലും സന്ദീപ് വാര്യരും സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. എന്തിനാ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്തേ? രാവിലെ ഉദ്ഘാടനമായി വന്ന എം.ടി. രമേശിനെ അവർ തൊട്ടോ? സന്ദീപ് വാര്യരെ കൊല്ലുമെന്ന് ബാരിക്കേഡിനപ്പുറത്തെന്ന് പറഞ്ഞിട്ട് ഒരുത്തെങ്കിലും അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ കണ്ടതല്ലേ, എന്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു, കേസെങ്കിലും എടുത്തോ? ബി.ജെ.പിക്ക് എതിരായിട്ട് സമരം നടത്തുമ്പോൾ മാത്രം ഇവർക്ക് കയറി അടിക്കല്. എന്റെ 2 സ്റ്റാഫുകൾ റോഡ് സൈഡിൽ അവരെ അടിച്ചു. സ്റ്റാഫാന്ന് പറഞ്ഞപ്പോൾ പറയാ ആ ഓഫീസിൽ പോയിരിക്കണമെന്ന്. അവരാണോ തീരുമാനിക്കുന്നത് എന്റെ സ്റ്റാഫ് എവിടെ ഇരിക്കണമെന്ന്? അവർ സമരം ചെയ്തെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ. പാലക്കാട്ടെ പോലീസ് വല്ലാതെ അങ്ങ് ഒരു സംഘിപ്രീണനമുണ്ട്. അത് കൈവച്ചിരുന്നാൽ മതി. മുനിസിപ്പാലിറ്റി മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ. മുനിസിപ്പാലിറ്റിയുടെ പരിധിയുള്ള സ്റ്റേഷൻ അവരല്ല ഭരിക്കുന്നത്, RSS അല്ല. ഒടുവിൽ ASP രാഹുലുമായി ചർച്ച നടത്തി. നടപടി ഉറപ്പ് ലഭിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചതായി രാഹുൽ. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാത്തരം നിയമലംഘന പ്രവർത്തനങ്ങൾക്കും വെല്ലുവിളികൾക്കും കലാപാഹ്വാനങ്ങൾക്കും എതിരായി നിയമപരമായി തന്നെ നീങ്ങുമെന്ന് ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ തന്നെ നേരിട്ടെത്തിയിട്ട് നൽകുന്ന ഒരു ഉറപ്പിനെ തൽക്കാലത്തേക്ക് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ബി.ജെ.പിയുമായി ചർച്ച നടത്താമെന്ന പോലീസ് നിർദ്ദേശം തള്ളുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. എന്നാൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്നാണ് ബി.ജെ.പി. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. ന്യൂസ് മലയാളം, പാലക്കാട്.